ടോപ്പിക് ഈസ്, നമ്മുടെ തീം എന്തായിരുന്നു? ഗോഡ്സ് ഓൺ പീപ്പിൾ. നമ്മൾ ആരാണ്? സോ വെൻ വി സ്റ്റഡി ദ ബുക്ക് ഓഫ് എഫീഷ്യൻസ്, അതിൻ്റെ 3-ാം വാക്യം ഇന്നലെ നമ്മൾ വായിച്ചു അല്ലേ? 3-ഉം 4-ഉം ഒന്നുകൂടി വായിച്ചാട്ടെ. നമ്മളെ സ്വർഗത്തിൻ്റെ സകല അനുഗ്രഹങ്ങളാലും അല്ലേ? പൗലോസ് അങ്ങനെ തുടങ്ങാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. വൈ ഡിഡ് Paul start that way? That he has blessed us with all the blessings of the heaven through Christ Jesus. Why? Because Ephesus was a very important city under the Roman Empire. This was called as the Bank of Rome. കാരണം ഇവിടെ ആയിരുന്നു പൈസ. ഈ എഫെസസിലായിരുന്നു കാശ്. ഭയങ്കര വെൽത്തി സിറ്റിയാണ് ഈ എഫെസസ്. ഇവിടെ ആയിരുന്നു ടെമ്പിൾ ഓഫ് ഡയന, വിച്ച് വാസ് വൺ ഓഫ് ദി വണ്ടേഴ്സ് അല്ലെ, പഴയ കാലത്തെ ഒരു വണ്ടറിലുള്ള ഒരു വണ്ടർ ആയിരുന്നു. ആൻഡ് ദ ടെമ്പിൾ വാസ് ദി മേജർ സോഴ്സ് ഓഫ് ഇൻകം. Temple was a major source of income, and the money was in Ephesus. So people, ആളുകൾ, അവരുടെ ബിസിനസ് സെൻറ്റർ എന്ന് പറയുന്നത് ഈ എഫെസസ് ആയിരുന്നു. ആളുകൾ വരും പോകും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒത്തിരി നഷ്ടം സഹിച്ച ഒരു കൂട്ടം വിശ്വാസികളുണ്ട് അവിടെ. ഒത്തിരി നഷ്ടം, കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്ന് ഒത്തിരി കാര്യങ്ങൾ വിട്ടുകൊടുത്ത് കടന്നു വന്നവരുണ്ട്. എത്ര ഭാഗ്യശാലികളാണ് നമ്മളെന്നറിയാം. We haven't really lost, many things that people have lost in the olden days. കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ലിറ്ററലി ഒന്നും ചെയ്തിട്ടില്ല. കൂടി വന്നാൽ പറയും നീ ഇങ്ങോട്ട് കയറരുത്. 3 മാസം കഴിയുമ്പം നമ്മൾ വീട്ടിൽ കയറിയിട്ടുണ്ട്. Compared to people what they give up for accepting Jesus Christ, നോർത്ത് ഇന്ത്യയിലാകട്ടെ മറ്റ് മതങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ, അവർ when they come to Christ, അവർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസികളായി മാറി അവരുടെ ദേവാലയങ്ങളിൽ പോകുന്നത് നിർത്തുമ്പോൾ എന്തുമാത്രം ത്യാഗം സഹിക്കുന്നുണ്ടെന്നറിയാമോ? They really go through a lot of sacrifice. അത് വെച്ച് നോക്കുമ്പോൾ we are really blessed. പക്ഷേ ഈ എഫെസസിലെ വിശ്വാസികൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയപ്പോൾ they were thinking like we lost a lot of things. അവരെ റീഎൻഫോഴ്സ് ചെയ്യുവാൻ, ലിറ്ററലി ഈ ഇന്ന് കാണുന്ന ഈ സുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ട് കാണും. ബട്ട് യു ഹാവ് സംതിങ് ബിഗർ ദാറ്റ് യു ഹാവ് ഗെയിൻഡ്. സോ Paul's intention was basically to point out to the richness, and that we went through those things yesterday, right? പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ആരാണ്ട് പ്രസംഗിച്ച കഥ, എൻ്റെ അല്ല. ഒരു വ്യക്തി കുറേ ആഗ്രഹത്തോട് കുറച്ച് പൈസ സേവ് ചെയ്ത് പുള്ളിയുടെ ഒരു മനസ്സിലെ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെയും ബഹാമസ് വരെ ഒന്ന് ക്രൂയിസായിട്ട് പോകണം ഗ്രൂപ്പുമായിട്ട്. വലിയ ആഗ്രഹമായിരുന്നു. ഹി സേവ്ഡ് എ ലോട്ട് ഓഫ് മണി. ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിനുള്ള പൈസ സേവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ടിക്കറ്റ് എടുത്തു. ആ ഷിപ്പൊക്കെ വന്ന് ഇരിക്കുമ്പോൾ പുള്ളി പോകുന്ന വഴിക്ക് വാൾമാർട്ടിൽ കയറി ഒരു ബ്രെഡ്, ഒരു പീനട്ട് ബട്ടറും ജാമും മേടിച്ചു. വാൾമാർട്ടല്ല, ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ച് ടാർഗറ്റ് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഇച്ചിരി ലാഭത്തിൽ കിട്ടും. അങ്ങനെ വാൾമാർട്ടിൽ കയറി ലാഭത്തിൽ നിന്നുള്ള ബ്രെഡ് വാങ്ങിച്ചു, 2 പാക്കറ്റ്. കാരണം തിരിച്ചു വരുന്നവരെ വേണമല്ലോ. എല്ലാം മേടിച്ച് പുള്ളി ഷിപ്പിൽ കയറി കഴിഞ്ഞിട്ട് ബ്രെഡും പീനട്ട് ബട്ടറും ജാമും കഴിച്ചു. പിന്നെ കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ബ്രെഡും പീനട്ട് ബട്ടറും ജാമും കഴിച്ചു. ഇടയ്ക്കൊന്ന് ഇറങ്ങി മേളിലൊക്കെ ഒന്ന് കറങ്ങാൻ പോയി, ഡെക്കിലൊക്കെ കറങ്ങാൻ പോയപ്പോൾ നല്ല ബഫേ ഒക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കും. അതിനകത്ത് എല്ലാം ഉണ്ട്, സീ ഫുഡും ഉണ്ട്. എല്ലാം നോക്കി അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിന്നെയും വിശപ്പ് വരും. തിരിച്ചു വന്ന് പീനട്ട് ബട്ടറും ജാമും കഴിക്കും.
അങ്ങനെ 3-5 ദിവസമായി പുള്ളി പീനട്ട് ബട്ടറും ജാമും കഴിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഷെഫ് പറഞ്ഞു, നീ ഇവിടെ വന്ന് കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇത് പറഞ്ഞു, ഇത്രയും പൈസ എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ള പൈസയും കൊണ്ട് ഞാൻ ടിക്കറ്റ് വാങ്ങിച്ചു. എന്നാൽ ഷെഫ് പറഞ്ഞു, എടാ ആ ടിക്കറ്റിനകത്ത് ഇവിടുത്തെ ഫുഡും അവൈലബിളാണ്. He lost 5-6 days. And that is what the intention of Paul was. പൗലോസിന്റെ ആഗ്രഹം ഇതായിരുന്നു, സമയം നഷ്ടപ്പെടുത്തരുത്. എഫെസ്യസ് സഭയോട് പറയണം, നമ്മൾ ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഈ പാക്കേജ് ഉണ്ടല്ലോ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച പാക്കേജിന്റെ കൂടെ we have got a lot of things. We have got a lot of things. That's a big thing that has come in. പലപ്പോഴും നമ്മൾ കാണുന്നത് ഇന്ന് നഷ്ടപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് ഒന്ന് റീഎൻഫോഴ്സ് ചെയ്യുവാനാണ് പൗലോസ് തുടങ്ങുന്ന 3-ാം വാക്യത്തിൽ ക്രിസ്തു യേശുവിൽ കൂടെ നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾ. So what is the real implication of that? What is the real implication to say that God the Father has chosen me? ഇന്നലെ നമ്മൾ തുടങ്ങിയ ആ വിഷയമാണ്. സ്വർഗീയ പിതാവിനെ തെരഞ്ഞെടുത്തു. അതിന്റെ ഇംപ്ലിക്കേഷൻ ഒന്ന്, മൈ ഐഡന്റിറ്റി ഈസ് ഇറ്റേണൽ. സർവശക്തനായ ദൈവം എന്നെ തെരഞ്ഞെടുത്തത് ഒരു ഇറ്റേണൽ ഐഡന്റിറ്റിയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തുടങ്ങാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, മുടിയനായ പുത്രന്റെ കഥ അല്ലേ. വീട്ടിലുണ്ടായിരുന്ന മകൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട് അതിനകത്ത്. I've dwelled in that verse for a long time. If you turn to chapter 15, Luke 15, എനിക്ക് തോന്നുന്നു അതിന്റെ 28ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, verses 28. He became angry and എന്റെ ട്രാൻസ്ലേഷനിൽ എഴുതിയത് എങ്ങനെയാണെന്നറിയാം, and he will not come in. He will not come in. അപ്പന്റെ വീട്ടിൽ ഉള്ളവന് അകത്ത് വരത്തില്ലെന്നാ. And that's exactly the trouble that the people of Ephesus was going through. അപ്പന്റെ വീട്ടിൽ ഉള്ളവന് അകത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? But he will not go in. He will not go in. So that is where the church is missing. നമ്മുടെ ചർച്ചിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. We have all the blessings of God. We have more to get if we can just allow ourselves to go in. If we can go inside. ഒന്നകത്തു വരാൻ. ഇപ്പോഴും സഭയ്ക്കകത്താണ്, എന്നാലും പുറത്താ. വിശ്വാസ ജീവിതത്തിലാണ്, എന്നാലും പുറത്താ. വിശ്വാസിയാണ്, എന്നാലും പുറത്താ. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, സ്തോത്രം, it is not to just stay out. There is so much inside. There is so much inside. And the Bible tells us in Matthew's Gospel 6:33, if we seek him and his kingdom, നമ്മളെ പുറത്തു വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഈ മുടിയനായ പുത്രന്റെ ജ്യേഷ്ഠൻ പുറത്ത് നിന്ന കാര്യങ്ങൾ, സ്വർഗരാജ്യത്തെ നമുക്ക് കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ കൊടുത്താൽ അതെല്ലാം നമ്മുടെ പുറകെ കടന്നു വരും. It will come. Seek ye first the kingdom of God and his righteousness, and all these things എഴുതിയിരിക്കുന്നത്. And that word this can never be exhausted. ഒരിക്കലും തീരത്തില്ല കേട്ടോ. പുതിയ ആവശ്യം വന്നാൽ ആ ദിസിനകത്ത് അതായതാവും. ഇന്നുവരെയും നമുക്ക് സ്തോത്രം വരാത്തൊരു നീഡ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആ ദിസ് ഉണ്ടല്ലോ, Matthew 6:33 like this, അതിനകത്ത് അത് ആഡ് ആവും. All we need to do is be consistent in going with God. ദൈവത്തോട് നമ്മൾ ഉള്ള ദൈവത്തിന്റെ റിലേഷൻഷിപ്പ്, because this love that God the Father, he will never say that I have started hating you. He will never say that. His plan, his scheme in choosing me was an eternal plan. എന്നെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു നിത്യ പ്ലാനുമായിട്ടാണ് സർവശക്തനായ ദൈവം എന്നെ തെരഞ്ഞെടുത്തത്. No, that was an eternal plan.
And the moment that I give myself, I surrender myself to start living according to His will, then the purpose that He created me starts operating. നമ്മൾ പലപ്പോഴും വീണു പോകുന്നത് ഇവിടെ. നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിന് എന്നെയും കൊണ്ട് ചില പർപ്പസ് ഉണ്ട്, ഉദ്ദേശമുണ്ട് എങ്കിൽ അതെന്താ ഇതുവരെ നിറവേറാത്തത്? Why is it that not fulfilling? It's because we haven't surrendered well and we have not surrendered enough. പൂർണ്ണമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ, സമർപ്പിക്കേണ്ട സകലവും സമർപ്പിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ദൈവത്തിന് ഒരു ബൗണ്ടറിയും ഇല്ല. ദൈവം ഉയർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ people will be surprised the way that God has been using us. And every one of us, the Lord has a lot of things that is still, we haven't still given up. So the first thing is the identity is eternal. And the second thing is we are loved without performance. We are loved without performance. സ്കൂളിലൊക്കെ നമുക്കറിയാം, ടീച്ചേഴ്സായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യം, സ്കൂളിൽ പോകുമ്പോൾ മദ്രാസിലെ സ്കൂള്, കുഞ്ഞുങ്ങൾ ദേ വിൽ ട്രൈ ടു ഇംപ്രസ് us, അല്ലേ? ഒന്ന് വന്നിട്ട് ഇങ്ങനെ പരിചയമുള്ളവർ മുമ്പിൽ നിന്നൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോവും, ഇങ്ങനെ കൈ കാണിക്കും. നമുക്കറിയാം കൊച്ചു പിള്ളേരുടെ പിതാവാം ദൈവത്തെ ഇംപ്രസ് ചെയ്യാനോ നമുക്ക് പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് ഹാവ് ഡു എനി ആക്ടിങ്, ബിക്കോസ് അവൻ നമ്മുടെ ഹൃദയത്തെയും ഉള്ളത്തെയും പരിപൂർണമായിട്ട് അറിയാവുന്നൊരു ദൈവമാണ്. ഒരു ചിന്ത അത് ഉളവാകും മുമ്പേ എൻ്റെ പിതാവിനറിയാം. സ്തോത്രം. ഹി നോസ് എവറിഥിങ്. വി ക്യാൻ നെവർ എവർ ഗോ ആൻഡ് ക്ലാരിഫൈ തിങ്സ് ടു ഗോഡ് ദ ഫാദർ. പിതാവാൻ ദൈവത്തിൻ്റെ അടുത്ത് പോയി അതിങ്ങനെ പറ്റിപ്പോയതാ കേട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ല. പിതാവിനറിയാം. ഓൾ വി നീഡ് ടു ഡു ഇസ് ഗോ ആൻഡ് സറണ്ടർ. കർത്താവേ, അപ്പ പറ്റിപ്പോയി. ആൻഡ് ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ us. ഹി ഈസ് ലവിങ് ഇനഫ്. അറ്റ് എനി പോയിന്റ് ഹി വിൽ സേ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവൻ്റെ സ്നേഹം ഒരിക്കലും we can never gain it without performance. That these are the two major implications of the fact that God the Father has chosen me. God the Father has chosen me. And the second thing is Christ has redeemed us. Christu nammale veendeduttirikkunnu. It's a very deep thing. And all I want to say is few points. കർത്താവിൻ്റെ വീണ്ടെടുപ്പ് അനുഭവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? പക്ഷേ what happens is sometimes we have not taken that seriously. And as a result, just few things that I want to say is, number one, we are wasting the grace of God. ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ രക്ഷയുടെ ആഴം നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ, കാരണം രക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീയാ. നമുക്ക് മല കയറാണ്ടായിരുന്നു, നമുക്ക് എങ്ങും പോയി നടക്കണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയെ പറ്റി ഒരു വീഡിയോ കണ്ടു. മന്ത്രിയായി കഴിഞ്ഞപ്പം പുള്ളി ഒരു കത്തോലിക്ക സഭയിൽ പോയിട്ട് മുട്ടുമേ എഴയാ. നമുക്ക് ചെയ്യേണ്ടി വന്നില്ല. സൗജന്യമായ രക്ഷ എവിടോ വെച്ച്, അല്ലേ? എവിടോ വെച്ച്. എനിക്കറിയാവുന്നൊരു അങ്കിള് ന്യൂയോർക്കിൽ നിന്ന്, പുള്ളി പണ്ട് വിശ്വാസിയായിരുന്നു, പിന്നെ പുള്ളി പിന്മാറ്റത്തിലൊക്കെ പോയി. പുള്ളി കുടിച്ച് ബോധമില്ലാതെ ഒരിക്കൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ മെട്രോയിൽ നിന്ന് പുള്ളി ജമ്പ് ചെയ്ത് പുള്ളി വീഴുന്നത് കണ്ട് ഒരു പെങ്കുഞ്ഞ് കണ്ടിട്ട് പറഞ്ഞു, ഓ ഗോഡ് ഗീവ് ഹിം സെൻസ്, ഓ ഗോഡ് ഗീവ് ഹിം സെൻസ് എന്ന് വിളിച്ച, എനിക്കൊന്ന് ആ കുഞ്ഞ് 13-14 വയസ്സുള്ളൊരു പെങ്കുഞ്ഞ് കണ്ടു ഇത്. ഈ കൊച്ചിൻ്റെ ഈ വാക്ക് ഗോഡ് ഗീവ് ഹിം സെൻസ് പുള്ളിയെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. അവിടെ കിടന്നു പുള്ളി ആ വീണ വീഴ്ചയിൽ. അവിടെ വെച്ച് പുള്ളി കരഞ്ഞു, മാനസാന്തരപ്പെട്ടു, കർത്താവിനോട് പറഞ്ഞു. വേറെ ആരുമില്ല, ഈ കുഞ്ഞിനെ പിന്നെ കണ്ടിട്ടില്ല.
പക്ഷെ പുള്ളി അവിടെ വെച്ച് കിടന്ന ആ കടപ്പയെ വെച്ച് പറഞ്ഞു, കർത്താവെ ഞാൻ തിരിച്ചു വരുന്നു. ആ ട്രാക്കിലും കർത്താവ് സ്വീകരിക്കും. കൺവെൻഷൻ ക്രൂസേഡ്സിലും കർത്താവ് സ്വീകരിക്കും. രോഗിയായി കിടക്കുന്ന ബെഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞാലും അവൻ സ്വീകരിക്കും. അല്ലെ? അങ്ങനെ ഓരോ പല ജീവിത അനുഭവങ്ങളിൽ കർത്താവിനെ സ്വീകരിച്ചവരല്ലേ ഇവിടെ. ഇറ്റ് ഈസ് ഫ്രീ, ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇറ്റ് ഡിഡ്ന്റ് ഹാഡ് എ കോസ്റ്റ്. അതിന്റെ പുറയിൽ ഒരു വില കൊടുത്തു. പുത്രനാം ദൈവത്തിൽ അവന്റെ ജീവൻ നമുക്ക് വേണ്ടി യാഗം ചെയ്തു. അല്ലേ? ഇറ്റ് വാസ് നോട്ട് ഈസി. We know fathers looked at that cry. കർത്താവായ യേശു കരഞ്ഞ ആ കരച്ചിൽ പിതാവ് നോക്കിയിട്ട് ആ പിതാവിനെ ചങ്കിടിച്ചു കാണും, വേദനിപ്പിച്ചു കാണും. But he kept quiet. He kept quiet. ഒരു നിമിഷം മൗനമായിരുന്നു. കാരണം നമ്മുടെ വീണ്ടെടുപ്പിന്റെ വിലയാകട്ടോ അത്. ഏലി ഏലി ലമാ ശബക്താനി. പിതാവേ, എൻ്റെ പിതാവേ, എന്നെ എന്തിന് കൈവിട്ടു? അല്ലേ? ആ നിമിഷത്തിൽ the price was paid for the salvation that we have. നമുക്ക് വേണ്ടി ഉള്ള ആ രക്ഷയുടെ വിലയാണ് ആ കരച്ചിൽ. So grace has a cost. Somebody has paid for us. Somebody has paid for us. Then the next thing that I want to say is, if we do not take our salvation seriously, then we are drifting away spiritually. നമ്മുടെ രക്ഷ, അതിന് കൊടുക്കേണ്ടിയ ഫലം, അതിന് കൊടുക്കേണ്ടിയ വില നമ്മൾ കൊടുത്തില്ല എങ്കിൽ അറിയാതെ തന്നെ നമ്മൾ ആത്മീയമായിട്ട് പിന്മാറ്റത്തിൽ അടഞ്ഞുകൊണ്ടിരിക്കുക. I want to read Hebrews chapter 2. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഇത്ര വലിയ രക്ഷയെ തുടങ്ങിയത് എങ്ങനെ? അതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും, സാധ്യതയുണ്ട് കേട്ടോ. തിരുവചനം പറയുന്നുണ്ട്. The Bible is telling us very clearly there is a possibility. തുടങ്ങുന്നത് ഇങ്ങനെ, therefore we ought to give the more earnest. അല്ലേ? And you know that word earnest is the same word that is used when we go to buy car or when we go to buy a house. നമ്മൾ പോയി ഏജന്റുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ആദ്യമേ എന്താ ചോദിക്കുന്നത്? യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് കാർ? ഏർണസ്റ്റ് മണി ടു ഡു. അല്ലേ? ദാറ്റ് സെയിം വേർഡ് ഏർണസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. Because we have not paid a price. It doesn't mean there was a price given. And I like the way it is written. Therefore we ought to give the more earnest. വീട് വാങ്ങിക്കാൻ പോയപ്പോഴും കാർ വാങ്ങിക്കാൻ പോയപ്പോഴും ഒക്കെ നമ്മുടെ കാറിനനുസരിച്ച് പോയി ഒരു ഏർണസ്റ്റ് മണി ചോദിച്ചല്ലേ എന്നാൽ $2 കൊടുത്തിട്ട് വരുമോ? അല്ല. നമ്മുടെ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ അനുസരിച്ച് what we do, we give more earnest value. അല്ലേ? ബിക്കോസ് അതാണ് അതിനെ ഉറപ്പ് കൊടുക്കുന്നത്. സോ വില കൊടുത്തില്ല എങ്കിൽ, if we don't take salvation seriously, then there is a chances that we will say, $2 അല്ല നഷ്ടപ്പെടുന്നുള്ളൂ, $5 അല്ല നഷ്ടപ്പെടുന്നുള്ളൂ, maybe I don't need it.